വെൽക്കം ടു അവർ ചാനൽ ബ്രോ. ബ്രോയുടെ പേരെങ്ങനെയായിരുന്നു? ജോയൽ. അപ്പോൾ എല്ലാവരും മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബൈക്കാണ് മാരുതിയുടെ EV എന്ന് പറയുന്നത്. സോ അവസാനം ഈ വിറ്റാർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം ഗ്രാൻഡ് വിറ്റാരയിൽ ഇതിന് എന്താണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്? സെയിം പ്ലാറ്റ്ഫോമാണോ അതോ? അല്ല, നമ്മൾ പുതിയ പ്ലാറ്റ്ഫോമാണ്. ഹെർടെക് T എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് വെഹിക്കിൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നേരത്തെ നമ്മളെല്ലാം ഹെർടെക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. SUV-ലാണ് നമ്മുടെ സെഗ്മെൻറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഗ്ലോബലി ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് ഈ ഒരു മോഡലായിരിക്കും പോകുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വോക്ക് അറൗണ്ട് ചെയ്യാം. ഇതിൽ വരുന്നത് നമുക്ക് മെട്രിക് ഹെഡ്ലാമ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. 18 ഇഞ്ച് അലോയ് വീൽസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് പ്ലാസ്റ്റിക് ആൻഡ് മെറ്റൽ കോമ്പിനേഷൻ ആണ്. അതെ, ഇത് ഒരു ഫ്ലൂയിഡിക് ഡിസൈനും കാര്യങ്ങളും വരാനും അതുപോലെ തന്നെ നമുക്ക് എയറോഡൈനാമിക്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഡിസൈൻ വേണ്ടി. ഓക്കെ. അതുപോലെ തന്നെ എല്ലാം ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. 4 ഡിസ്ക് ബ്രേക്സ് ആണ്. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക് പ്രസ് ചെയ്തോണ്ട്. ഓക്കെ. സ്റ്റിയറിംഗ് തന്നെ ഒരു 2 സ്പോക്ക് ആയിട്ടുള്ള നല്ല ലെതർ സ്റ്റിച്ച് സ്റ്റിയറിംഗ് ആണ്. പിടിക്കാനായാലും നല്ല രസമുള്ള സ്റ്റിയറിംഗ് ആണ്. അതെ, നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം തന്നെ ഒരു കോക്പിറ്റ് ഡിസൈനിലോട്ട് കൊണ്ടുവരാൻ, ഇന്റീരിയർ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കോക്പിറ്റ് ഡിസൈനിലോട്ടാണ് കൊണ്ടുവരുന്നത്. ഓക്കെ. ഈ ഒരു ഷേപ്പ് ആയാലും അതിൻ്റെ ഒരു ജോയിസ്റ്റിക്കിൻ്റെ ഒരു സെറ്റപ്പ്. അതെ, ആ ഒരു ഡിസൈനിലോട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും ഒരു 2 പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഇത് വരുന്നത്. ഇപ്പം നമുക്ക് മുകളിൽ നമുക്ക് ഡ്രൈവ് ബൈ വയറും കാര്യങ്ങളും എല്ലാം സ്വിച്ച് മോഡ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതുപോലെ ഫോണ് കാര്യങ്ങൾ ചാർജ് ചെയ്യാൻ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ താഴോട്ടും ഒരു പോർഷൻ വരുന്നുണ്ട്. അവിടെയാണ് നമുക്ക് സാധാരണ മൊബൈൽ ചാർജേഴ്സ് കാര്യങ്ങൾ അങ്ങനെ ഫോൺ കണക്റ്റഡ് സിസ്റ്റംസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതെ, നമുക്ക് ആംബ്രസ്റ്റിനകത്ത് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ ഈ സീറ്റ് തന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. അതെ, രണ്ടും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. അതിന്റെ കൺട്രോളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെയാണ് സിസ്റ്റത്തിലാണ് വരുന്നത്. അതെ. ഇത് സീറ്റ് ഇലക്ട്രോണിക് അഡ്ജസ്റ്റിംഗ് ആണ്. അതെ, 10 വേരിയേഷൻസ് നമുക്ക് പറ്റും. 10 വേരിയന്റിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നൈസ്. ഇപ്പോൾ ഇതിൽ ഞാൻ AC-യുടെ കൺട്രോൾ കാര്യങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ സീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സീറ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ സ്പീഡ് കാര്യങ്ങളാണ്. ഇപ്പം 3 ആയിട്ടിരിക്കുന്നത് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം, അല്ല കൺട്രോൾ ചെയ്യണം. ഇപ്പം ഡ്രൈവർ സൈഡ് മാത്രമേ ഉള്ളൂ. ആ ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ 10 ഇഞ്ച് ഡിസ്പ്ലേ ആണ് രണ്ടും വരുന്നത്. ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേ ആണല്ലേ? അതെ, ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ ഒരു മാനുവൽ കൺട്രോൾ, ഏറ്റവും ആവശ്യമുള്ള കൺട്രോൾസ് കാര്യങ്ങളെല്ലാം മാനുവലായിട്ട് ഇവിടെ ഡയറായിട്ടും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം. എപ്പോഴും ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് ഡിസ്പ്ലേ ഇട്ട് നോക്കാതെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്റ്റിയറിംഗിലാണെങ്കിലും നോർമലി നമുക്ക് എല്ലാ സ്റ്റിയറിംഗ് ബട്ടൺസും അതിന്റെ ഡെസിഗ്നേറ്റഡ് സ്വിച്ചസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫേവറേറ്റ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ ഫംഗ്ഷൻ അസൈൻ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫംഗ്ഷൻ അതിലോട്ട് അസൈൻ ചെയ്യാം. പെട്ടെന്ന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാൾക്ക് എന്താണോ ആവശ്യം, ഇപ്പോൾ AC-യുടെ മോഡായിരിക്കാം, അങ്ങനെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ആംബിയന്റ് ലൈറ്റ്സ് പല കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെ, നമുക്കിപ്പം ഈ ആംബിയന്റ് ലൈറ്റ് എത്ര കളറിലോട്ട് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലാണ്. മൾട്ടി കളറാണ് വരുന്നത്. നമുക്കിപ്പം യെല്ലോ ആണ് നിൽക്കുന്നത്, നമുക്ക് ബ്ലൂവിലോട്ട് ചേഞ്ച് ചെയ്യാം, വൈറ്റിലോട്ട് ചേഞ്ച് ചെയ്യാം. അതെ, സെറ്റിംഗ്സിൽ തന്നെയാണ് ചേഞ്ച് ചെയ്യുന്നത്. സെറ്റിംഗ്സിൽ വെഹിക്കിൾ സെറ്റിംഗ്സ് എടുത്ത് നമുക്ക് ഇന്റീരിയർ എന്ന് പറഞ്ഞ് എല്ലാം ഗ്രാഫിക്കലി നല്ല രീതിയിലാണ് സോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആംബിയന്റ് ലൈറ്റിംഗ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ആംബിയന്റ് ലൈറ്റ് മോഡ്, അതെ, ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഫേവറേറ്റ് സ്വിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേവറേറ്റ് സ്വിച്ച് നമുക്ക് അസൈൻ ചെയ്യാം.
ഡിസ്പ്ലേ മീഡിയ സ്ക്രീൻ ആണോ, അതുപോലെ മീഡിയ ഓഫ് ചെയ്യാനാണോ. ഇപ്പം ഞാൻ ക്ലൈമറ്റ് കൺട്രോൾ ഓട്ടോ മോഡ് ഓൺ ഓഫ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്കിപ്പം പൊതുവെ ഡ്രൈവർ സീറ്റ് എയർ കണ്ടീഷനിങ് ഓൺ ആക്കുക, ഓഫ് ചെയ്യുക, അങ്ങനെ എന്ത് വേണമെങ്കിലും അസൈൻ ചെയ്യാം. പിന്നെ ഇത്രയും ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് നൈറ്റ് ഡ്രൈവിൻ്റെ സമയത്ത് അത് ഓഫ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അതും അസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ അഡാസ് വരുന്നുണ്ടല്ലോ നമുക്ക് ലെവൽ 2 അഡാസ് ആണ് വരുന്നത്. അപ്പോൾ അതിലോട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് അതിൻ്റെ ഒരു ഇൻഫോഗ്രാഫിക്സ് ഞാൻ കാണിക്കാം. അതായത് അഡാസിലോട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് മേജറായിട്ട് വരുന്ന ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഡ്യുവൽ സെൻസർ ബ്രേക്കിംഗ് സപ്പോർട്ടാണ്. അതായത് ഫ്രണ്ടിൽ ഒരു വാഹനം നിർത്തിയാൽ അതിനനുസരിച്ച് വാഹനം ബ്രേക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ, അഡാപ്റ്റീവ് ബ്രേക്കിംഗ്. പിന്നെ ലൈൻ ഡിപ്പാർച്ചർ പ്രിവെൻഷൻ, അതായത് നമ്മൾ സ്ട്രൈറ്റ് ലൈനിൽ പോകേണ്ടതിന് പകരം ലൈൻ ക്രോസ് ചെയ്ത് ഉറക്കമൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ പറ്റാം. അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് തടയാൻ വേണ്ടിയിട്ടുള്ള ബസർ വാണിംഗും ഉണ്ട്. വെഹിക്കിൾ തന്നെ വൈബ്രേറ്റ് ചെയ്യോ, എങ്ങനെ സ്റ്റിയറിംഗ് വൈബ്രേറ്റ് ചെയ്തോ? നിലവിൽ അത് കൺഫേം പറഞ്ഞിട്ടില്ല. നമുക്ക് ടെസ്റ്റ് വെഹിക്കിൾ ആയില്ലാത്തതുകൊണ്ട് നമുക്കത് മാരത്തൺ ചെയ്ത സ്റ്റഡി എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് അത് വരുന്നുണ്ട്. അത് നമുക്ക് 2 ഗ്ലാസ്സിലും അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഗ്രാഫിക്സ് അല്ലാതെയും നമുക്കത് മനസ്സിലാവും. പിന്നെ റിയർ ക്രോസിംഗ് ട്രാഫിക് അലേർട്ട് എന്ന് പറഞ്ഞത്, ഇത് നമ്മൾ ഒരു ട്രാഫിക് സ്പോട്ടിൽ നിന്ന് പുറകോട്ട് ഇറക്കുമ്പോൾ പാരലൽ പാർക്ക് ചെയ്തിരിക്കുന്ന സ്പോട്ടിൽ നിന്നൊക്കെ പുറകോട്ട് ഇറക്കുമ്പോഴത്തേക്കിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫംഗ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ESPയുടെ കൺട്രോൾ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അതെ, നമുക്ക് ആ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ അഡാപ്റ്റീവ് ഹൈ ബീം വരുന്നുണ്ട്. നമ്മുടെ എതിരെ വരുന്ന വാഹനങ്ങളുടെ സേഫ്റ്റിയും പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിയും ഒക്കെ കൺസേൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. അതെ, ആ ഒരു പോർഷൻ മാത്രം ഡിം ചെയ്ത് ആ വെഹിക്കിൾ പാസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഹൈ ബീമിലോട്ട്. അതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഹൈ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് വിസിബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം LED ഹെഡ് ലാമ്പ്സ് ആണ് ഇപ്പോൾ പൊതുവെ എല്ലാ വാഹനങ്ങളിലും വരുന്നത്. എതിരെ വരുന്ന പാസഞ്ചേഴ്സിനാണെങ്കിലും അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കില്ല. പിന്നെ നമുക്ക് സൺറൂഫ് വരുന്നത് ഫിക്സഡ് ഗ്ലാസ് ആണ് വരുന്നത്. നമുക്കത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാനുവലായിട്ട് തന്നെ ഒരു പോർഷൻ അതിന് വരുന്നുണ്ട്. ഇത് ടിൻഡഡ് അല്ല, ടിൻഡഡ് ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ എമർജൻസി ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു SOS ബട്ടണും കാര്യങ്ങളും വരുന്നുണ്ട്. എമർജൻസിക്ക് നമുക്ക് ഒരു ആക്സിഡന്റ് കാര്യങ്ങളിലൊക്കെ എമർജൻസി കോൾ പോകാനും കാര്യങ്ങളിലൊക്കെ ഇത് വരുന്നുണ്ട്. ഇത് മുൻപ് നമുക്ക് ഇൻവിക്ടോയിൽ ഉണ്ടായിരുന്നു, നിലവിൽ ഇപ്പൊ ഇതിലോട്ടും നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര എയർ ബാഗ്സ് വരുന്നത്? ഇതിൽ 7 എയർ ബാഗ്സ് വരുന്നുണ്ട്. 7 എയർ ബാഗ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 6 എയർ ബാഗ് കൂടാതെ 7th വൺ വരുന്നത് നമുക്ക് ഡ്രൈവർ സൈഡിന് നീ ഇമ്പാക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ എയർ ബാഗ് ആയിട്ടാണ് വരുന്നത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കിന് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ഞാൻ പറഞ്ഞല്ലോ പ്ലാറ്റ്ഫോം പുതിയതാണ്. ഹെഡ്ടെക് ഈ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ബാറ്ററി പാക്ക് ഇതിന്റെ പ്ലാറ്റ്ഫോമിനകത്താണ് വരുന്നത്. സൈഡ് ഇമ്പാക്റ്റും കാര്യങ്ങളും എല്ലാം സേഫ്റ്റി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാഹനമാണ് നെയിൽ പ്രിവെൻഷൻ ടെസ്റ്റ്, അതായത് നെയിൽ കയറിയാൽ പോലും ഫയറോ കാര്യങ്ങളോ ഒന്നും വരില്ല എന്നുള്ള ടെസ്റ്റും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ വീഡിങ് കപ്പാസിറ്റി കാര്യങ്ങൾ എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ട്രിമുകളെല്ലാം പിയാനോ ബ്ലാക്ക് ഇൻസേർട്ട് ആണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ടച്ച് ഇന്റീരിയർ ആണ് കാര്യങ്ങൾ വരുന്നത്. അതൊക്കെ സോഫ്റ്റ് ടച്ച് ഇന്റീരിയർ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മോഡ് സ്വിച്ചുകളിലോട്ട് വരുമ്പോഴത്തേക്കിന് ഡ്രൈവ് ബൈ വയർ ആണ് നമുക്ക് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സ് നമുക്ക് വരുമ്പോഴത്തേക്കിന് നമുക്ക് സ്പോർട്ട് കാണാം, അതുപോലെ തന്നെ ഈക്കോ മോഡ് കാണാം, അതുപോലെ തന്നെ നോർമൽ മോഡും കാണാം. നമ്മുടെ പെർഫോമൻസ് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ നമുക്ക് വേറൊരു മോഡ് വരുന്നത് സ്നോ മോഡാണ്. സ്നോ വരുമ്പോഴത്തേക്കിന് നമുക്ക് ട്രാക്ഷനും കാര്യങ്ങളും എല്ലാം വെഹിക്കിൾ തന്നെ അഡാപ്റ്റ് ചെയ്ത് പൊക്കോളും. പിന്നെ നമുക്ക് 1 പെഡൽ ഫംഗ്ഷൻ എന്ന് പറയും. അതായത് നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്കിന് സെപ്പറേറ്റ് വീണ്ടും ചവിട്ടാതെ തന്നെ നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിങ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതെ, അങ്ങനെ ഒരു ഫംഗ്ഷനും കൂടെ വരുന്നുണ്ട്. പിന്നെ ഹോൾഡ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇതിൽ കുറേ നേരം കൂടെ നമുക്ക് ബ്രേക്ക് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം ട്രാഫിക്കിൽ നിൽക്കുകയാണെങ്കിൽ ബ്രേക്ക് പ്രസ് ചെയ്ത് നിൽക്കേണ്ട, ഹാൻഡ് ബ്രേക്ക് ഇടുകയും വേണ്ട, ജസ്റ്റ് ഹോൾഡ് പ്രസ് ചെയ്താൽ മതി. എപ്പം നമ്മൾ ആക്സിഡന്റിന് കാലെടുത്താലും വണ്ടി ബ്രേക്ക് ചെയ്ത് അവിടെ നിൽക്കും. അങ്ങനെ. പിന്നെ സൗണ്ട് സിസ്റ്റം നമുക്ക് ഏതിൻ്റെ വരുന്നത്? ഹാർമന്റെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന സീരീസ് ആണ്. അതിൽ നമുക്ക് 4 സ്പീക്കർ വരുന്നുണ്ട്, ട്യൂറ്റേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സബ്വൂഫറും വരുന്നുണ്ട്. ബൂട്ടിലെ സബ്വൂഫറും വരുന്നുണ്ട്. ബൂട്ടിലെ സബ്വൂഫറും വരുന്നുണ്ട്. ഓക്കെ, നൈസ്. പിന്നെ ബാക്കിലത്തെ സീറ്റിന്റെ കംഫർട്ട് എങ്ങനെ നോക്കിയാൽ എങ്ങനെയാണോ? നമുക്ക് പുറകോട്ട് ഇരിക്കാം. ഓക്കെ. ഇതിലോട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് 40-20-40 എന്ന് പറയുന്ന സീരീസിലാണ് സീറ്റിംഗ് വരുന്നത്. സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതെ, സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് സെഗ്മെന്റ് ആണ്, നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് വരുമ്പോഴത്തേക്കും സെൻട്രൽ ആംബ്രസ്റ്റ് ഇതിനകത്താണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് റിയറിലോട്ടുള്ള ആക്സസ് കാര്യങ്ങളെല്ലാം
നമുക്ക് ഇവിടുന്ന് തന്നെ ബൂട്ടിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ബൂട്ടിലോട്ട് ഇത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നേരെ വെച്ച് കഴിഞ്ഞാൽ ഒരു സീറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 5 സീറ്റർ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 4 സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ എല്ലാത്തിനും 3 ELR സീറ്റ് ബെൽറ്റ്സ് തന്നെയാണ് വരുന്നത്, കുറേ കൂടെ സേഫ്റ്റിയും കാര്യങ്ങളും വരാൻ വേണ്ടിയാണ്. അതുപോലെ റിയറിൽ നമുക്ക് ഐസോഫിക്സ് സീറ്റിനുള്ള ഇൻസേർട്സും കാര്യങ്ങളും ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന, ലെഗ് റൂം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന. അതെ, ഈ 2 സീറ്റിനുള്ള കോമ്പിനേഷൻ ഒരുമിച്ചാണ് വരുന്നത്. ഇത്രയും കയറ്റി ഇടാം, അത്രയും ലഗേജ് നമുക്ക് പുറകിൽ കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ആ ഒരു സീറ്റും അതിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. അത്രയും നമുക്ക് ലഗേജ് കൂടുതലുണ്ടെങ്കിൽ ലഗേജിനനുസരിച്ച് അത് കൺട്രോൾ ചെയ്യാൻ ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റിയറിലോട്ട് വരുമ്പോഴത്തേക്കും AC വെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റ്സ് ഉണ്ടല്ലേ? ചാർജിങ് സോക്കറ്റ്സും വരുന്നുണ്ട്. ഓക്കെ, നൈസ്. ബൂട്ടും തുറന്നു നോക്കിയാലോ? ബൂട്ട് തുറന്നു. ഇവിടെയാണ് ബൂട്ട് ഓപ്പണിങ്ങിൻ്റെ ബട്ടൺ കാര്യങ്ങൾ വരുന്നത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സബ്വൂഫർ, ഇൻഫിനിറ്റിയുടെ സബ്വൂഫേഴ്സ് വരുന്നത് ഈ ഒരു പോർഷനിലാണ് കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പോർട്ടബിൾ ചാർജർ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട ചാർജർ നമുക്ക് ഈ വെഹിക്കിളിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഈ ഒരു ചാർജിങ് യൂണിറ്റ് ആണ്. ഇത് 3.3 കിലോവാട്ടിലെ ചാർജിങ് യൂണിറ്റ്. ഹോം യൂണിറ്റ് വരുമ്പോൾ എത്ര വരും? അത് വരുമ്പോഴത്തേക്കിന് 7 കിലോവാട്ടിന് വരും. അത് നമുക്ക് വരുമ്പോഴത്തേക്കിന് ഫിക്സഡ് ആയിരിക്കും, വീട്ടിൽ വോൾ മൗണ്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ചാർജിങ് സ്റ്റേഷൻസ് ആകുമ്പോഴോ? ചാർജിങ് സ്റ്റേഷൻ വരുമ്പോൾ 16 കിലോവാട്ട് ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും. 60 കിലോവാട്ട് ഫാസ്റ്റ് ചാർജിങ്. DC വരുന്നത് 60 കിലോവാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സിസ്റ്റം വരുന്നത്. അത് നമ്മുടെ എല്ലാ ഷോറൂമുകളിലും അവൈലബിൾ ആയിരിക്കും, ഓൾ ത്രൂ ഔട്ട് ഇന്ത്യ. നമുക്ക് എല്ലായിടത്തും തന്നെ ടച്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് ഇത് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചോളം ഇത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നെ സുസുക്കി കണക്റ്റിൻ്റെ ആപ്പിൻ്റെ തന്നെ അടുത്ത അപ്ഡേഷനിൽ നമുക്ക് ഈ പറയുന്ന വെഹിക്കിളിൻ്റെ എത്ര ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, അടുത്ത നിയർ ബൈ ഏതാണ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് 60+ ഫീച്ചേഴ്സ് അതിനകത്ത് ഇൻറ്റിഗ്രേറ്റഡ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഫംഗ്ഷനും കൂടെ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. നമുക്ക് സ്റ്റെപ്പിനി ടയർ വരുമ്പോൾ ഏതാ സൈസ് വരുന്നത്? സെയിം സൈസ് ഒറിജിനൽ അലോയ് വീൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു പോർഷന് താഴെയുണ്ട്, നമുക്ക് ഇവിടെ കാണാതെ. പിന്നെ ടൂൾ കിറ്റും കാര്യങ്ങളുമാണ് പോർഷൻസ് വരുന്നത്. മൊത്തം ഒരു ബ്ലാക്ക് തീം അല്ലേ അകത്ത്? റൂഫ് ആയാലും മൊത്തം വരുന്ന ഒരു നോർമലി നേരത്തെ വൈറ്റ് ഇന്റീരിയർ ആണ് വന്നുകൊണ്ടിരുന്നത്, അത് മാറിയിട്ട് ബ്ലാക്കിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലോട്ടൊക്കെ നമ്മൾ പ്രൊഫൈലിലോട്ട് മെട്രിക് സ്റ്റൈൽ ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് കണക്റ്റഡ് ആണോ? അല്ല, കണക്റ്റഡ് അല്ല. ഈ ഒരു പോർഷനാണ് ഇലുമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ മെട്രിക്സ് അതുപോലെ തന്നെ ഈ ഒരു അലോയ് വീൽ നേരത്തെ പറഞ്ഞ പോലെ 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ എയറോഡൈനാമിക് കാര്യങ്ങളാക്കാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ കൂടെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ TPMS ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതെ, ടയറിൻ്റെ പ്രഷർ, കാരണം ഇലക്ട്രിക് വെഹിക്കിളാണ്, കുറേ എഫിഷ്യൻസി. അതായത് നമ്മൾ പൊതുവേ എല്ലാവരുടെയും വാഹനത്തിൻ്റെ മൈലേജ് കാര്യങ്ങളെല്ലാം ഡ്രോപ്പ് ചെയ്യുന്നു. ഇലക്ട്രിക് വെഹിക്കിളിന് പ്രത്യേകിച്ച് അത് ഭയങ്കര ഫ്രിക്ഷൻ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. ചെറിയ രീതിയിലാണെങ്കിലും ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയാൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. അതുകൊണ്ട് TPMS നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു കൂടുതൽ എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യമായിട്ടൊരു ഫീച്ചർ തന്നെയാണ്. അതെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പ്ലാറ്റ്ഫോം ഇൻറ്റഗ്രേറ്റഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇത്ര പോർഷനകത്താണ് ബാറ്ററി വരുന്നത്. ബാറ്ററി ബാക്കി വന്നേക്കുന്നത് ഈ ഒരു പോർഷനകത്ത്. അതെ, പ്ലാറ്റ്ഫോമിൻ്റെ അകത്താണ് വരുന്നത്. അങ്ങനെ ഒരു ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ആ ഡ്യുവൽ കോക്പിറ്റിൻ്റെ ഒരു ഫീല് കിട്ടുന്നത്. ആ ഒരു പോർഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ചാർജിങ് സോക്കറ്റ് എവിടെയാണ് വരുന്നത്? അതെ, ഇത് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇതിൽ വരുന്നത് നോർമൽ ഇപ്പം പോർട്ടബിൾ ചാർജർ ഇൻസേർട്ട് ചെയ്യാനുള്ള പോയിൻ്റാണ്. DC ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു കണക്ഷൻ പോയിൻറ്റ്സ് കാര്യങ്ങൾ. നമുക്ക് പാസഞ്ചർ സൈഡിലായിട്ടാണ് ചാർജിങ് സ്റ്റേഷനും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ 360 നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലൈൻ അഡാപ്റ്റീവിൻ്റെ നമ്മൾ പുറകിലുള്ള വെഹിക്കിൾ കാണാൻ മേലാതെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാണിംഗ് കാര്യങ്ങളെല്ലാം ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. പിന്നെ 360 ക്യാമറയും ആ മിററിൽ തന്നെ വരുന്നുണ്ട്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് മിറർ വരുന്നുണ്ട്. ഫ്രണ്ട് ഹെഡ്ലൈറ്റും മെട്രിക്സ് ഹെഡ്ലൈറ്റാണ് വരുന്നത്. അതിൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോൾ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ വേറൊരു അഡാപ്റ്റീവ് ഫീച്ചറായിട്ട് ഈ ഒരു ഗ്രില്ല് അഡാപ്റ്റീവാണ്. ഈ ഒരു പോർഷൻ നമുക്ക് അഡാപ്റ്റീവാണ്, ക്ലോസ്ഡ് ആയിട്ടിരിക്കുക. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതനുസരിച്ച് ഈ ഷട്ടർ പിന്നീട് ഓപ്പൺ ആകുകയും കാര്യങ്ങൾ ചെയ്യും. അത് കൂടുതൽ എയറോഡൈനാമിക് എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോണിക്കലി കൺട്രോൾഡാകും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറയും സെൻസേഴ്സും എല്ലാം നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്കിതിപ്പം ഏകദേശം എത്ര പ്രൈസ് റേഞ്ചിലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിരിക്കും ഈ വണ്ടി? നിലവിൽ മാരുതിയുടെ സൈഡിൽ നിന്ന് പ്രൈസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. എങ്കിലും നമ്മുടെ ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 18 lakhsലാണ് മറ്റ് ഡീലേഴ്സിൻ്റെ മറ്റ് വെഹിക്കിൾസ് കോമ്പറ്റീഷൻ്റെ ഒക്കെ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെന്തായാലും അതിലും കോമ്പറ്റീറ്റീവ് ആയിട്ടായിരിക്കും പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഏകദേശം റേഞ്ച് നമുക്ക് എത്രയായിരിക്കും വണ്ടിയുടെ? നമുക്ക് ഇതിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 61 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. അത് നമുക്ക് ഓൾമോസ്റ്റ് 500+ കിലോമീറ്റേഴ്സാണ് റേഞ്ച് മാരുതി അഷ്യൂർ ചെയ്യുന്നത്.
ഇത് നമുക്ക് പറഞ്ഞ പോലെ മറ്റു മാരുതി മോഡൽസ് പോലെ തന്നെ ഡെൽറ്റ ആൽഫ അങ്ങനെ ട്രിംസ് എന്തായാലും അവൈലബിൾ ആയിരിക്കുമല്ലോ വരുന്ന മോഡൽസിന്? അതെ, തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരുടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനാലിസിസ് വ്യത്യാസമായിരിക്കും. പലർക്കും ചിലപ്പോൾ അഡാസ് വേണ്ടായിരിക്കും, ചിലപ്പം ബാറ്ററി പാക്ക് ഇത്രയും കപ്പാസിറ്റി 500 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നോർമൽ ഒരു 45 ലിറ്റർ 35 ലിറ്റേഴ്സ് 45 ലിറ്റേഴ്സ് ടാങ്ക് കപ്പാസിറ്റി ഉള്ള വെഹിക്കിളിന് അത്രയും മൈലേജ് കമ്പാരിസൺ നമ്മളൊരു 15-18 കിലോമീറ്റർ കമ്പയർ ചെയ്താൽ പോലും ഒരു 500 കിലോമീറ്റർ ഒന്നും ഫുൾ ടാങ്കിൽ പോകത്തില്ല. അപ്പോൾ അത്രയും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമേഴ്സിന് നോർമലി ഒരു 200 കിലോമീറ്റർ അല്ലെങ്കിൽ 250 കിലോമീറ്റേഴ്സ് മതിയായിരിക്കും. ഭാവിയിൽ നമുക്കറിയാം മാരുതി എന്നുള്ള ലോഞ്ച് പോലെ ഇരിക്കും, മാരുതിയുടെ സൈഡിൽ നിന്നായിരിക്കും അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. നിലവിൽ നമ്മുടെ പറഞ്ഞിരിക്കുന്ന 500+ കിലോമീറ്റേഴ്സിന് കാര്യങ്ങളും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നിലവിലെ ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്ത് വരണം. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വരുമ്പോഴത്തേക്കിന് കറക്റ്റ് കൂടുതൽ ഡീറ്റെയിൽസ് മാരുതിയുടെ സൈഡിൽ നിന്ന് ലോഞ്ചും കാര്യങ്ങളും എല്ലാം കാണും. ഓക്കെ. പിന്നെ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് ഇനി 15th വരെ നമുക്കിവിടെ ലോഞ്ച് വർക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. കസ്റ്റമേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അപ്പം താങ്ക് യു ബ്രോ. ബ്രോയുടെ സമയത്തിനും വണ്ടി ഞങ്ങൾക്ക് ഫീച്ചർ തന്നതിനും താങ്ക് യു. വെൽക്കം. ഓക്കെ.